അദ്ദേഹത്തിൻ്റെ മൃതദേഹം. ഹലോ. അപ്പോൾ നമ്മുടെ സലീം കുമാർ, സലിമേട്ടൻ, നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട താരം സലിമേട്ടൻ, ചിരിയുടെ ആശാൻ, പുള്ളി നമ്മളോടൊക്കെ എല്ലാം വിട പറഞ്ഞു പോയി. ഒരുപാട് സങ്കടമുണ്ട് അതിൽ. പുള്ളിയുടെ വേർപാടിൽ വളരെയധികം സങ്കടമുണ്ട്. കാരണം നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള സിനിമകളിൽ പുള്ളി നമ്മൾ ഒത്തിരി ചിരിപ്പിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ വല്ലാണ്ടായി. കാരണം പുള്ളിയുടെ ഡെഡ് ബോഡിയൊക്കെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു വീഡിയോ, അത് എനിക്ക് മനസ്സിൽ വല്ലാത്തൊരു സങ്കടം തോന്നി. കാരണം ഒരാളെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. കാരണം നമ്മളിപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കൂടുതലും നമ്മുടെ ജീവിതത്തിലൊക്കെ സങ്കടങ്ങളായിരിക്കും. ആ ഒരു സമയത്ത് നമുക്ക് ചിരിക്കാനും ഉള്ള സമയങ്ങൾ കുറവാണ്. നമ്മുടെ ജീവിതത്തിൽ ചിരിക്കാനുള്ള സമയങ്ങൾ കുറവാണ്. നമ്മളൊരു ടെൻഷനായിട്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾക്ക് മനസ്സ് വല്ലാണ്ടിരിക്കുമ്പോൾ എന്നൊരു സമയത്ത് ഒരു കോമഡി, സലീം കുമാർ ഏട്ടൻ്റെയൊക്കെ ഒരു സിനിമയോ അതിൻ്റെ ഒരു കോമഡി സീനോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് അറിയാതെ തന്നെ ഉള്ളിൽ നിന്ന് വല്ലാണ്ട് ചിരി സമ്മാനിച്ചിട്ടുള്ളൊരു നടനാണ് അദ്ദേഹം. വളരെയധികം സങ്കടം തോന്നിയ അദ്ദേഹത്തിൻ്റെ ആ ഒരു പുള്ളിക്കാൻ്റെ ആദരാഞ്ജലികൾ അർപ്പിച്ചെന്നുള്ളൊരു ഫോട്ടോ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ കണ്ടപ്പോൾ വളരെയധികം സങ്കടം തോന്നി. ഹോസ്പിറ്റലാണ്, സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലാണ്, വെന്റിലേറ്ററിലാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ പുള്ളിക്കാരനുണ്ടായിരുന്നെങ്കിലും അതൊക്കെ തരണം ചെയ്തുകൊണ്ടിരുന്നതാണ്. ചെയ്ത സിനിമകളെല്ലാം തന്നെ നമ്മൾ ഒരുപാട് ചിരിപ്പിക്കുകയും അതുപോലെ തന്നെ ആദാമിൻ്റെ മകൻ അബു എന്ന് പറയുന്ന ചിത്രത്തിലൂടെ നമ്മൾ അതിശയിപ്പിക്കുകയും ചെയ്തൊരു വലിയൊരു കലാകാരൻ. ഞങ്ങൾക്ക് ഒരുപാട് ചിരികളിലൂടെ ഞങ്ങളുടെ മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ സലീമേട്ടന് സിനിമയിലൂടെ മാത്രമേ ഞാൻ പുള്ളിക്കാരനെ കണ്ടിട്ടുള്ളെങ്കിലും അതിൽ വളരെയധികം സങ്കടമുണ്ട്. കാരണം പുള്ളി ചെയ്തു വെച്ചിരിക്കുന്ന, നമുക്ക് തന്നേക്കുന്ന അത്രയ്ക്കും നല്ല കോമഡി, അതുപോലെ തന്നെ നല്ല നല്ല ചിത്രങ്ങൾ, ഒരുപാട് ചിരിപ്പിക്കുകയും ഒരുപാട് കരയിക്കുകയും ചെയ്ത സിനിമകൾ. ആദാമിൻ്റെ മകൻ അബു, മേഴിക്കൊണ്ടൊരു കുഞ്ഞാടിൽ പുള്ളി ചെയ്തു വെച്ചേക്കുന്ന ഒരു വേഷം, അതിൽ ലാസ്റ്റ് നമ്മളെ ശരിക്കും തകർത്ത് കളയുന്നൊരു രംഗമാണ്. അതൊക്കെ ഓർത്തിട്ട് ശരിക്കും സലിമേട്ട. അപ്പം ഞങ്ങൾ മലയാളികൾക്ക് ഒത്തിരി ചിരി സമ്മാനിച്ച, ഒത്തിരി തമാശകൾ പറഞ്ഞ് ഞങ്ങളെ ചിരിപ്പിച്ചിട്ടുള്ള ഞങ്ങളുടെ പ്രിയ കലാകാരൻ സലിമേട്ടന് കണ്ണീരിൽ കുതിർന്ന് വിടാം. സലിമേട്ട, ഒത്തിരി സ്നേഹത്തോടെ. അപ്രതീക്ഷിതമായി ഗുരുതരാവസ്ഥയിലേക്ക് അദ്ദേഹം കടന്നുപോയത്. എപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി കരൾ രോഗബാധിതനായിരുന്നു.